നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ധ്വനിമോളെ ബാധിക്കാതെ ശ്രദ്ധിക്കണം. കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാവുന്നല്ലേ, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞാലോ? കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് തന്നെയാ ഇങ്ങനെ പറയുന്നത്. സഞ്ജയ് ചേട്ടനും പൂർണിമേച്ചയും തമ്മിൽ പരസ്പരം ക്ഷമിക്കാൻ പറ്റാത്തതായ ഒരു പ്രശ്നവും ഇപ്പൊ നിലവിലില്ല. കിരൺ, ദേ നോക്കി. മോളെ വിഷമിച്ചിരിക്കാൻ തോന്നല്ലോ. വാ നോക്കാം. ആ മോളെന്താ വിഷമിച്ചിരിക്കുന്നെ? അങ്ങനെ ഒന്നുമില്ലെങ്കിൽ എന്തിനാ എങ്ങനെ ഇരിക്കുന്നെ? ആ കുട്ടിക്ക് അച്ഛനും അമ്മയും വാരി കൊടുക്കുന്ന കണ്ടപ്പോ സങ്കടം വന്നല്ലേ? മോള് വിഷമിക്കണ്ട, ഞങ്ങൾ രണ്ടുപേരും മോൾക്ക് വാരിത്തരാം. അതുപോരെ? വിഷമിക്കാതെ മോളെ. ദേ നോക്ക്, ഞാനും കുഞ്ഞായിരുന്നപ്പോ എനിക്കും ഇതുപോലെ വാരി തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. മോൾക്ക് എല്ലാവരും ഉണ്ടല്ലോ. അച്ഛനും അമ്മയും ഒരുമിച്ചല്ലെങ്കിലും ഒന്ന് വിളിച്ചാ ഓടി വരാൻ അവരുണ്ടല്ലോ. മോളെ ദേ നോക്കി, ധ്വനിക്കുട്ടി ഗുഡ് ഗേൾ അല്ലേ? ഇങ്ങനൊന്നും വിഷമിക്കാൻ പാടില്ല. അച്ഛനെയും അമ്മയും ഒന്നിപ്പിക്കാനേ നമ്മൾ എല്ലാരും ഒരുമിച്ച് നിൽക്കുമെന്ന് അന്ന് പറഞ്ഞല്ലേ? അതിനു വേണ്ട കാര്യങ്ങള് നമ്മൾ ചെയ്തിരിക്കും. ഇത് വാക്കാ, പ്രോമിസ്. എങ്കിലും നീ മിടിക്കായിട്ട് കഴിക്കേ, ഞങ്ങൾ മോൾക്ക് വാരിത്തരാം. മോളെ, അച്ഛനെ കാണണോ? കിരൺ ഒന്ന് വിളിച്ചു നോക്കി. ഹലോ. ആ ഹലോ സഞ്ജയേട്ടാ, ഒന്ന് സ്കൂളിലേക്ക് വരാൻ പറ്റുമോ? ഇപ്പോഴാണോ? ആ അതെ, മോൾക്ക് കാണണമെന്ന് പറയുന്നു. എന്താ, എന്തു പറ്റി? എന്തെങ്കിലും? ഏയ് പേടിക്കണ്ട, ഇവിടെ അടുത്തുണ്ടെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ഇല്ല, കുഴപ്പമില്ല, ഞാൻ വേഗം വരാം. ഓക്കെ ശരി. ആ കുടിക്കുന്നാത്തനെ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓ ഒന്നും വേണ്ട ഗിരിജെ. തിരിച്ചിങ്ങോട്ട് വന്ന് കയറിയപ്പോഴാ ഒരു മനസമാധാനം കിട്ടിയത്. അതെന്താ നാത്തൂനെ, അവിടെ ഭക്ഷണമൊന്നും കൊള്ളില്ലേ? ഭക്ഷണമൊക്കെ കൊള്ളാം, ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളും ഉണ്ട്. പക്ഷേ മനസമാധാനം വേണ്ടേ? എന്റെ അമ്മോ, എന്നും 100 പ്രശ്നങ്ങളവിടെ. ആണോ? ഞാൻ കരുതി കാശുള്ളവരുടെ വീട്ടിലെ സന്തോഷമെന്ന്. അതൊന്നുമല്ല. സത്യം പറഞ്ഞ ഇവിടുന്ന് പോയതി പിന്നെ ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് പോലുമില്ല. ആന്റി, ആ അഞ്ജു മോളെ, സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ എന്നും ഗിരിജയെ വിളിക്കുമ്പോ മോളുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടായിരുന്നു. ഗിരിജെ, സത്യത്തിൽ ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയത് അഷിയെ നോക്കാൻ മാത്രമല്ല, അവിടെ നിന്നോണ്ട് നമ്മുടെ അഞ്ജുവിന്റെ കാര്യം കൂടി സെറ്റാക്കാനാ. എന്നിട്ട് എന്തായി നാത്തൂനെ? അവിടെ അതിനൊന്നും പറ്റിയ സാഹചര്യം കിട്ടിയില്ല ഗിരിജെ. പിന്നെ പൂർണിമ ദുർഗയുടെയും കിരണിന്റെ വാക്ക് കേട്ട് ഓരോരോ പ്രശ്നത്തിൽ ചെന്ന് ചാടിക്കൊണ്ടിരിക്കുകയല്ലേ. ദേ, ഒരു ദിവസം കൊല്ലാൻ ആളുകൾ വരെ വന്നു. കൊല്ലാനോ? അതെ,
ഓ, ഏതോ മന്ത്രിക്കെതിരെ എന്തൊക്കെയോ ന്യൂസ് കൊടുത്ത് അത് വലിയ പ്രശ്നമായില്ലേ? ആ ന്യൂസ് ഞങ്ങളും കണ്ടിരുന്നു. ആ, അപ്പോ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കിരണും ദുർഗയാണല്ലേ? അതെ. അവര് കാരണം പ്രധാന പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ടാകുന്നത്. ആന്റി ഇത്ര ദിവസം അവിടെ നിന്നിട്ട് അവരെ നിന്ന് ഓടിക്കാൻ പറ്റിയില്ലേ? അതൊന്നും അത്രയ്ക്ക് എളുപ്പമല്ല അഞ്ജു. ഞാൻ കുറെ ശ്രമിച്ചതാ. പക്ഷേ ഓരോ വഴിയിൽ അവർ രക്ഷപ്പെടും. അപ്പോ അവരെ വെറുതെ വിടാനാണോ നാത്തുന് തീരുമാനം? അങ്ങനെയല്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് തന്നെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഒന്നിച്ചു നിന്ന് അതൊക്കെ നടത്തിയെടുക്കാനാ. എന്നാ നാത്തുനെ കാര്യം? അതൊക്കെ ഞാൻ പറയാം. എന്താ എന്ത് പറ്റി? നിങ്ങൾ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാനാകെ പേടിച്ചു പോയി. പേടിക്കാൻ മാത്രം ഒന്നുമില്ല. ധ്വനിമോള് വരട്ടെ. എന്താ മോളെ, എന്ത് പറ്റി? എന്താ വിഷമിച്ചു എന്ന് പറഞ്ഞേ? ധ്വനിമോളുടെ ഈ വിഷമത്തിന് കാരണം ചേട്ടനും പൂർണ്ണ ചേച്ചിയും തന്നെ. അതെ, നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ധ്വനിമോളെ ബാധിക്കാതെ ശ്രദ്ധിക്കണം. കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാവുന്നല്ലേ, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞാലോ? കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് തന്നെയാ ഇങ്ങനെ പറയുന്നത്. സഞ്ജയ് ചേട്ടനും പൂർണിമേച്ചയും തമ്മിൽ പരസ്പരം ക്ഷമിക്കാൻ പറ്റാത്തതായ ഒരു പ്രശ്നവും ഇപ്പൊ നിലവിലില്ല. പിന്നെ എന്തിനാ ഈ വാശി? ആരെങ്കിലും ഒരാള് തോറ്റുകൊടുത്താ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ കുഞ്ഞായിരിക്കില്ലേ? ഇന്ന് തന്നെ ധ്വനിയുടെ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിന് ആ കുട്ടിയുടെ പാരന്റ്സ് ചോറ് വാരി കൊടുക്കുന്നത് കണ്ട് മോൾ ഒരുപാട് വിഷമിച്ചു. ധ്വനിയുടെ സങ്കടം കണ്ടിട്ടാ ഞങ്ങൾ ചേട്ടനെ വിളിച്ചത്. മോള് എന്തിനാ വിഷമിച്ചത്? അച്ഛനില്ലേ കൂടെ? എന്റെ മോൾ എപ്പോൾ ആഗ്രഹിച്ചാലും അച്ഛൻ ഓടി വരും. മോൾക്ക് ചോറ് വാരിത്തരണമെന്നോ? അതിനെന്താ, അച്ഛൻ വാരിത്തരാട്ടോ.